UDFിൻ്റെ ഭാഗത്ത് നിന്ന് പല പ്രഖ്യാപനങ്ങൾ വന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാനിപ്പോൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗ്. അത് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. കാരണം എല്ലാ ഭാഗത്തും തൊട്ട് ഒരു സ്ഥാനാർത്ഥി പട്ടിക അവർ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു, അവരുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം കടിഞ്ഞാനിട്ട് പിടിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് MK മുനീറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് അടക്കം ആ കാര്യത്തിൽ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നു. പക്ഷേ അത് MK മുനീറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇപ്പോൾ PMA സലാമിനെ പോലെയുള്ള ആളുകൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ കരുതി. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് പല മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വരുമ്പോൾ ഒരു എതിർപ്പൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ ആ മറ്റുള്ളൊരു ചർച്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന് അദ്ദേഹവും തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മത്സര രംഗത്തേക്ക് അദ്ദേഹവും കടന്നു വരാൻ തയ്യാറായില്ല. KP മജീദിൻ്റെ കാര്യം അവിടെ എടുത്ത് പ്രത്യേകം പറഞ്ഞു. ബാക്കി പിന്നെ അവശേഷിക്കുന്നവരിൽ പിന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ, മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ ചിലർക്കാണ് പ്രതിഷേധമുള്ളത്. അദ്ദേഹവും ആ പ്രതിഷേധം അങ്ങനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ആദ്യം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അത് ഭയങ്കര പക്ഷേ എന്തായാലും ആ വിഷയം അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി വളരെ കൗതുകകരമാണ്. കാരണം അദ്ദേഹം പോസ്റ്റ് ഇട്ടത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അകക്കാൻ പറഞ്ഞ ഒരു നേതാവുണ്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ് അംഗീകാരം കൊടുത്ത മഹാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇത്രയും പോസ്റ്റ് ഇട്ടാൽ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ പടവും ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഓക്കെ, പട്ടിക പുറത്തിറങ്ങി. അപ്പോൾ പണ്ടൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ പാണക്കാട് തങ്ങൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ആ പട്ടികയൊക്കെ കൃത്യമായി ആ നിലയ്ക്ക് ആളുകളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇടുമായിരുന്നു. ഇപ്പോൾ അതില്ല എന്നുള്ളതല്ലേ നമുക്ക് ബോധ്യപ്പെടുക. കുറച്ച് നേരം ആ പോസ്റ്റ് അവിടെ ഇങ്ങനെ നിലനിർത്തിയിട്ട് പതുക്കെ അതിനോട് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഒരു പട്ടികയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു നേതൃത്വം ഉണ്ട് എന്നുള്ളതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും വളരെ അത്രയേ ഉള്ളൂ പ്രതിഷേധം. അതായത് ആ ഒരു പ്രതിഷേധം ഒന്ന് കത്തിച്ചിട്ട് അവസാനിപ്പിക്കാനുള്ള പ്രതിഷേധമേ തൽക്കാലം ലീഗിലുള്ളൂ.